രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പതിറ്റാണ്ടുകൾ രാജ്യം കൈയടക്കി വെച്ചിരുന്ന കോൺഗ്രസ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിലൂടെയാണ് സമീപകാലത്ത് കടന്നു പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി എന്നത് വാസ്തവമാണ്. 100 സീറ്റുകളിലേക്ക് ഒറ്റയ്ക്ക് വിജയിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് തിരിച്ചുവരവിന്റെ സൂചനയായാണ് എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ അതിനുശേഷം നടന്ന പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പിന്നോട്ട് പോവുകയായിരുന്നു. ഇനി വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ആശങ്കയോടെയാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. അപ്പോഴും വോട്ടർ മെഷീനിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതിന് ഉൾപ്പെടെയുള്ള സാധ്യതകളെയും കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. സംസ്ഥാന ഭരണം ഇപ്പോൾ കൈയാളുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയായ ഇടതു പാർട്ടികളുടെ സഖ്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇടതു പാർട്ടികളുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എതിരാളി കോൺഗ്രസ് ആണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടെങ്കിലും അത്ര കണ്ട് വലിയ ശക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും UDF LDF പോരാട്ടം തന്നെയാകും പ്രധാനമായും നടക്കുക. നിലവിൽ സംസ്ഥാനത്ത് ഇടതു തുടർഭരണമാണ്. അതിന് അന്ത്യം കുറിക്കുവാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ചില പരിധികളുമുണ്ട്. സംഘടനാപരമായി വളരെയധികം നിർജീവാവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത്. സാധാരണ നിലയിൽ കോൺഗ്രസിനെ എപ്പോഴും അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് യുവജന വിദ്യാർത്ഥി സംഘടനകളും സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ അതിനുള്ള കരുത്ത് ഇന്നത്തെ KSUവിനും യൂത്ത് കോൺഗ്രസിനും തീരെ ഇല്ലെന്ന് വേണം പറയുവാൻ. ഇത്രയും അധികം പരിതാപകരമായ സാഹചര്യത്തിലാണ് ബീഹാർ യാത്രാ മോഡൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു രാഷ്ട്രീയ യാത്രയ്ക്ക് കോൺഗ്രസിന് പദ്ധതിയിട്ടത്. 14 ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയിൽ രാഹുലിനൊപ്പം വയനാട് MP കൂടിയായി പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകുമെന്നുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു യാത്ര നിലവിലത്തെ സാഹചര്യത്തിൽ വേണ്ടെന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനമെന്ന് കേൾക്കുന്നു. കേരളത്തിൽ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോഴും കടുത്ത വിഭാഗീയത പാർട്ടിയെ വല്ലാതെ വലയ്ക്കുന്നുമുണ്ട്. ഇത്രയും മോശം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ യാത്രയുമായി രാഹുലും പ്രിയങ്കയും വന്നാൽ അത് ഗുണം ചെയ്യില്ലെന്നാണ് ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ഒറ്റക്കെട്ടായി ഒരു യാത്ര നയിക്കണമെന്ന ഫോർമുലയാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്നതെന്ന് കേൾക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ മരുതൻകുഴിയിലാണ് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം അങ്കമാലിയിലാണ് മറ്റൊരു വീട്. മലബാറിൽ താമസിച്ച് പ്രവർത്തിക്കുന്നതിനായി കോഴിക്കോടും ഒരു വീട് നോക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള 3 AICC സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക എന്നാണ് അറിയുന്നത്. വീടുകളുടെ പരിപാലന ചുമതല KPCCക്കായിരിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇവിടെ മാത്രമേ മുന്നണി ഭരണത്തിലെത്തിയാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ വീണ്ടും ഭരണം നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഡു ഓർ ഡൈ എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. എന്നാൽ ഈ സന്ദേശം പ്രാവർത്തികമാക്കാനുള്ള കരുത്തും ഇച്ഛാശക്തിയും സംസ്ഥാനത്തെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.